മാധ്യമപ്രവർത്തനത്തിന് തന്നെ വ്യഭിചരിക്കുന്ന ചില മാധ്യമപ്രവർത്തകരെ കുറിച്ച് തുറന്നടിക്കുകയാണ് അനിൽ നമ്പ്യാർ. ധാരാളം പ്രായമായ സ്ത്രീകളുടെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അവർക്ക് പല ഘട്ടങ്ങളിൽ എല്ലാ ദിവസവും അമ്പലങ്ങളിൽ മിക്കവാറും മുഴുവൻ സമയവും ഇരിക്കാൻ തരത്തിലുള്ള പല പല പരിപാടികൾ ക്രമീകരിക്കപ്പെടുകയാണ്. ഇത് ഹിന്ദുത്വയുടെ വലിയൊരു പ്രൊജക്റ്റാണത്രേ. കേരളത്തിൽ ഈയിടെ കുട്ടിഘോഷിച്ച് ലോഞ്ച് ചെയ്ത ബിഗ് ടി വിയിലെ മാധ്യമപ്രവർത്തകനായ വേണു ബാലകൃഷ്ണന്റെ കണ്ടെത്തലാണിത്. കഴിഞ്ഞ ദിവസം ചാനലിന്റെ എഡിറ്റോറിയൽ ചർച്ചയിലിരുന്നാണ് വേണു തുറന്നു പറഞ്ഞത് ഈ കണ്ടുപിടുത്തം. ക്ഷേത്രങ്ങളിൽ സ്ഥിരം അന്നദാനം നടത്തുന്നതിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റിയും അന്വേഷിക്കണമെന്നാണ് ജിഹാദികൾക്കായി കുഴലൂതുന്ന വേണുവിന്റെ ആവശ്യം. വേണു ഇതൊക്കെ വെച്ച് കാച്ചുമ്പോൾ ആസ്വദിച്ച് തൊട്ടപ്പുറത്ത് കമാന്നൊരക്ഷരം ഉരിയാടാതെ ഇരിക്കുകയായിരുന്നു ആ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർ. ഇവരെയാണ് ഹിന്ദുത്വത്തിന്റെയും സനാതനധർമ്മത്തിന്റെയും സംരക്ഷകയായും മുന്നണി പോരാളിയായും കുറെ കാലം വാഴ്ത്തിപ്പാടിയതെന്ന് ഓർക്കണം. എന്താണ് വേണുവിനെയും അതുപോലെ ജിമ്മിയെയും പോലുള്ള മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിക്കുന്നവരുടെ സൂക്കേട്? ഒരു ഭാഗത്ത് ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ആരാധനാമൂർത്തികളെയും ബിംബങ്ങളെയും തച്ചുടക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടക്കുകയാണ്. മറുഭാഗത്ത് ഇങ്ങനെ ശ്രമിക്കുന്നവരുടെ പണം പിടുങ്ങി കൂട്ടിക്കൊടുപ്പ് തൊഴിലാക്കുന്ന മാധ്യമങ്ങളും. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന പോലെ പെരുമാറാവുന്ന ഇടമാണോ ദൃശ്യമാധ്യമങ്ങൾ?